ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുള്ള എന്ന സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ മഞ്ജു ചേച്ചിയുടെ, അതായത് മഞ്ജു വാര്യരുടെ വീട് ഇവിടെയാണ്. നല്ല മനോഹരമായ സ്ഥലമാണ് പുള്ള കേട്ടോ. ഞങ്ങളുടെ ലക്ഷ്യം തന്നെ മഞ്ജു ചേച്ചിയുടെ വീട് കാണണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. എൻ്റെ മേമ്മയുടെ മക്കളും എൻ്റെ കൂടെ ഉണ്ട്. ഇതാണ് മഞ്ജു ചേച്ചിയുടെ വീട്. വീട് കാണാൻ തന്നെ അത്ര എളുപ്പമല്ല കേട്ടോ. വീടിൻ്റെ പുറത്ത് നിന്ന് നോക്കിയാൽ വലിയ മതിലും ഗേറ്റും ഉണ്ട് കേട്ടോ. വീടിൻ്റെ മുറ്റത്ത് വലിയ മരങ്ങളും ചെടികളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വീട് കാണാൻ വളരെ പ്രയാസമായിരുന്നു കേട്ടോ. എന്നിട്ടും വീഡിയോയിൽ ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചത് തന്നെ ഞങ്ങൾ സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് ഫോൺ നീട്ടി പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ എടുത്തത്. അവിടെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. മഞ്ജു ചേച്ചി പറയാറുള്ള പോലെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അത് ദേവീക്ഷേത്രമാണ്. ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ വലിയൊരു മനോഹരമായിട്ടുള്ള ഒരു പാടവും ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ആ പാടം. അമ്പലവും പാടവും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ മഞ്ജു ചേച്ചിയുടെ വീടുള്ള സ്ഥലം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ളൊരു താമരപ്പാടം കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ താമരപ്പാടം. ഇവിടെ കുട്ടവഞ്ചിയും സാധാരണ വഞ്ചിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഏത് വഞ്ചിയിൽ കയറിയാലും താമരപ്പൂക്കൾക്കിടയിലൂടെ ആസ്വദിച്ചൊന്ന് കറങ്ങി വരാം. 4-5 പേർ കയറിയാൽ 400 രൂപയാണ് ടിക്കറ്റിന് റേറ്റ് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. കുറേ പേര് കയറി വരുന്നുണ്ട്, പിന്നെ കുറേ ആൾക്കാർ വന്നു പോകുന്നുണ്ട് കേട്ടോ. താമരപ്പാടം കണ്ടിട്ട് ആളുകൾ വെള്ളം കുടിച്ചിട്ടൊക്കെ വലിച്ചെറിഞ്ഞു പോയ കുപ്പികളൊക്കെ ഞാനും മേമ്മയുടെ മോളും കൂടി എടുത്ത് ബോട്ടിലേക്ക് ഇട്ടു കേട്ടോ. നമ്മൾ ഒരിക്കലും ഇങ്ങനെ പ്ലാസ്റ്റിക് സാധനങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ പ്രകൃതിക്ക് തന്നെ നമ്മൾ തന്നെ ദോഷം ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അടുത്ത് ബോട്ടിൽ ബൂത്ത് ഉണ്ടായിട്ട് പോലും ആരും ബോട്ടിൽ ബൂത്തിലേക്ക് കുപ്പികളൊന്നും ഇടണില്ല കേട്ടോ. ഇനി ആരും വലിച്ചെറിയാതെ ബോട്ടിൽ ബൂത്തിൽ തന്നെ കുപ്പികളെല്ലാം ഇടണം കേട്ടോ. ബോട്ടിൽ ബൂത്തിൽ കുപ്പി കൊണ്ടിട്ടപ്പോൾ മേമ്മയുടെ മോൾക്ക് സന്തോഷമായിട്ടാ, ഒപ്പം എനിക്കും സന്തോഷമായിട്ടാ. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം മുകളിൽ നിന്ന് കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങ് ഇറങ്ങി നിന്ന് കാണാൻ തുടങ്ങിയിട്ടാ. അടുത്തേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടും നല്ല ഭംഗിയിലും താമരപ്പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റിയിട്ടാ. എത്ര കണ്ടാലും മതി വരാത്ത സ്ഥലമാണ് കേട്ടോ ഈ പുള്ളുപാടം. ചില തോണിയിൽ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ചില തോണി ഇവിടെ നിർത്തിയിട്ടൊക്കെയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ടാ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.